ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോളേ ഞങ്ങൾ അടിച്ചു പൊളിച്ചിങ്ങനെ യാത്രയിലാണ്, ജോലിയിലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി കിട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുവരെ കണ്ട ഭാഗങ്ങളുണ്ടായിരുന്നു. ഇത് അതിൻ്റെ രണ്ടാം പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ കാണുക, അതിൻ്റെ ബാക്കിയാണിട്ടത്. അപ്പോൾ ഇത് കാണുക, അതിൻ്റെ മുമ്പുള്ള വീഡിയോസും കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കായലുകളും ബോട്ട് യാത്രകളൊക്കെയാണ്, വളരെ ഹാപ്പി ആയിട്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിക്കുണ്ടോ, ഭക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം എല്ലാവരും. കരിമീൻ ഉണ്ടായിരുന്നു, അതാണ് സ്പെഷ്യൽ. അല്ലാത്തതൊക്കെ സാധാരണ നോർമൽ നമ്മൾ അത്യാവശ്യം ഉപ്പേരി, അപ്പേരി, സാമ്പാർ, അവിയൽ, ഇങ്ങനെയുള്ള നാടൻ സദ്യ ആയിരുന്നു. വളരെ റാഹത്തായിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ. നമുക്ക് ഈ പെരുന്നാളായപ്പോൾ അതിനോടായിരുന്നു താല്പര്യം, വളരെ ഉഷാർ. പിന്നെ ഫുഡ് അടിപൊളി ഫുഡാണ്. ഫുഡ് പറഞ്ഞാൽ നാടൻ പക്ക. നമ്മൾ നാടൻ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് നാടൻ പക്ക നാടൻ. എന്താ ഫുഡ് അറിയാം, വെറുംചോറ്, ചപ്പാത്തി, പിന്നെ സാമ്പാർ, ചിക്കൻ റോസ്റ്റ്, പിന്നെ പേരി, അവിയൽ, അച്ചാർ, തോരനുകളുണ്ട്, 2-3 ഐറ്റം ഉപ്പേരികളുണ്ട്. എന്താ ഫുഡ് അറിയാം, നല്ല റങ്കായി. കരിമീൻ. നമ്മളിവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റാണെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മക്കൾ നടത്തുന്ന ട്രാവൽസ് ഉണ്ട്. ട്രാവൽസിനെ നമ്മൾ ഒരു ടൂർ പാക്കേജ് ട്രാവൽസ് നടത്തുന്ന ആളുകളാണ്. ഡ്രീംസ് വേൾഡ്. അതിൻ്റെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇവരെ കെയർ ഓഫിൽ ഇവർ ബോട്ടുകൾ സെറ്റാക്കി കൊടുക്കും. അതുപോലെ അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലാണ് ഇവിടെ. അൽഹംദുലില്ലാ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ട്, എന്താ പറയുക, ഹൗസ് ബോട്ട് കയറുന്നത്. ഞാനും പെണ്ണൊക്കെ ആദ്യമായിട്ടായിരിക്കും. പെണ്ണ് കയറിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുട്ടനാടൻ വൈബാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുട്ടനാടൻ വൈബ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. 10-30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനൊക്കെ ഒരുമിച്ച് ഒരു പെരുന്നാൾ കൂടുക. അത് എന്തോ എനിക്ക് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് എവിടെയും പോകാൻ പറ്റിയില്ല, തോന്നിയില്ല. സത്യം പറഞ്ഞാൽ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നിനും തോന്നിയില്ല എന്നുള്ളതാണ്. മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു, കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ മാറാനും എൻജോയ് ചെയ്യാനും വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുത്തു. പോണ്ട എന്നൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പോകാമെന്നുള്ള തീരുമാനം വന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. പെരുന്നാളിൻ്റെ അന്ന് തന്നെ വീട്ടിൽ നിന്ന് ബേബിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിന് കയറി. അവരെയും കൂട്ടി ഞങ്ങളിങ്ങ് പോന്നു. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ആലുവ വന്നിറങ്ങി. കോട്ടയം ട്രെയിനിന് കയറി ആലുവ വന്നിറങ്ങി. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്ന് അന്ന് രാത്രി അവിടെ കിടന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി. വളരെ ഹാപ്പിയായി, സന്തോഷമായി. പിറ്റേ ദിവസം ഞങ്ങൾ 10 മണിക്ക് ശേഷം ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അൽഹംദുലില്ലാ, ഇതൊക്കെയാണ് മക്കളെ വൈബ്. എന്താ സംഗതികളുണ്ട്. നമുക്ക് 2 വെള്ളങ്ങളല്ല, ബോട്ടുകൾ വഴിമാറി തന്നു. നമുക്ക് വഴിമാറി തന്നു കണ്ട് അവരിങ്ങനെ പോവാണ്. കേസ് എത്ര എണ്ണ വരുന്നത്, കുറേ ഉണ്ടല്ലോ. ലഘു കുറച്ചൊന്നുമല്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പൊന്നോ, എത്ര എണ്ണ നോക്കി. അപ്പോഴേ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതന്നെയാണ് വൈബ്, സന്തോഷം. അൽഹംദുലില്ലാ. കാരണം എനിക്കെൻ്റെ കാക്കൂന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്. എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഉപ്പാക്ക് തുല്യം നമ്മളെ സ്നേഹിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്തും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിച്ചും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ. അൽഹംദുലില്ലാ. ബിയറും കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആരടിച്ചു വിട്ടാണോ, സകലം വെള്ളത്തിൽ കയറിയിട്ടുണ്ടല്ലേ. നമ്മളൊരു സാധനം വെള്ളത്തിൽ കയറിയിട്ടില്ല കേട്ടോ. കായലിലേക്ക് ഒന്നും എറിഞ്ഞിട്ടില്ല. കാല് എറിഞ്ഞു വിടണതാവും. അൽഹംദുലില്ലാ. എന്തായാലും ജീവിതത്തിൽ ഇന്നൊരു വല്ലാത്തൊരു നിമിഷമാട്ടോ നമുക്കത്.
ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടതല്ല, അത് സാധ്യമായി എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു കൊച്ചു ബോട്ട്. കാരണം ഒരു സന്തോഷം അതിൽ അപ്പുറമാണ്. കാരണം നമ്മൾ പുള്ളിക്കാരൻ എവിടെയും പോകാറൊന്നുമില്ല, പക്ഷെ ഇന്ന് ഞങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങളെ കൂടെ ഇറങ്ങിയാണ്. അതന്നെയല്ലേ സന്തോഷം. പെരുന്നാളായിട്ട് അവർക്കും തന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലായിരുന്നു. ചെറുക്കന്മാർ 2 പേര് ഞങ്ങളെ കൂട്ടത്തിലില്ല. കാരണം അവർക്ക് അവരുടെ ബിസിനസ് കാര്യങ്ങൾ അത് വിട്ട് കളിക്കാൻ പറ്റില്ല. ടൂർ പാക്കേജിൻ്റെ സർവീസൊക്കെ ഉള്ള ആളുകളല്ലേ, അപ്പോൾ അതിനെ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയി. മകളും മരുമകനും ഞങ്ങളിങ്ങനെ ഇങ്ങോട്ടും പോന്നു. നമ്മളടുത്ത് എങ്ങോട്ടാണ് തിരിച്ചു വിടുന്നത് നോക്കാം. എത്ര ബോട്ട് എന്ന് പറയാൻ പോയി എണ്ണാൻ പറ്റില്ല, അത്രയും ബോട്ടുകളാട്ടോ. ഒന്ന് പോന്നു കഴിഞ്ഞാൽ അടുത്ത് വേറെ ഒരെണ്ണം വരും, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരൊക്കെ രാവിലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇതൊരു മൊത്തം റൗണ്ട് അടിക്കണം അങ്ങോട്ട് ഇങ്ങോട്ട്. കുട്ടനാടൻ വള്ളംകളികളൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ, ആ കായലാണിത്. ഹായ് ഗേസ്, കണ്ടോളി നിങ്ങൾ വൈബ് കണ്ടോളി കേട്ടോ. എന്താ വൈബ് അല്ലേ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ആണ് കേട്ടോ, ബഹുത്ത് ലക്ഷറി. അടിപൊളി സംഭവമാണ്. ബെഡ്റൂമൊക്കെ എന്താ സെറ്റപ്പ് എന്നറിയാമോ, വൻ സെറ്റപ്പിലാണ് ബെഡ്റൂമൊക്കെ കിടക്കുന്നത്. ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ നമ്പർ ഇതിനകത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ തന്നെയാണ്. അവരെ വിളിച്ചു ബന്ധപ്പെട്ടാൽ സംഗതികൾ സെറ്റാക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാൻ പറ്റും. ഇതൊരു 4 കൂടിയ സെൻറ്ററാട്ടോ ഉണ്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്, വലതുവശത്തോട്ട്. അവിടുന്ന് വരുന്നത് വേറൊരു ബോട്ടാണ്. ബോട്ടല്ല, ഹൗസ് ബോട്ട്. സെറ്റപ്പ് അല്ല, എന്താ ഗുമ്മകൾ. മാഷാല്ലാ മാഷാല്ലാ. ഇന്നത്തൊക്കെ ദിവസം ഉണ്ടല്ലോ മരിച്ചാലും വേണ്ട എന്നുള്ളതാണ്. ഇത്രയും സന്തോഷത്തിലാണ് ഞാൻ. കാരണം വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഒരു നിമിഷം കിട്ടിയത് എന്നുള്ളതാണ്. മക്കളെ അതിൻ്റെ ഒരു സന്തോഷം സുഖം അനുഭവിച്ചറിയണം. അപ്പോഴറിയുള്ളൂ. ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ പെരുന്നാൾ തള്ളി നീക്കിയത്. പെരുന്നാളും റമദാനൊക്കെ തള്ളി നീക്കിയത് വല്ലാത്ത മാനസിക സമ്മർദ്ദം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് മറന്നു ഞാൻ കേട്ടോ. ഇനി ഞാനൊന്നും ആലോചിക്കില്ല. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഞാനൊരു വിഷമങ്ങളും ഒന്നും കൊണ്ടു നടക്കില്ല. കാരണം വെച്ചാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ഒരു കാര്യമില്ല. വിഷമങ്ങളൊക്കെ ഒന്നും ആരോടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോട്ടെ സന്തോഷമായിട്ട്. നിങ്ങൾ എത്ര വണ്ടികളാണ് നോക്കിയത് നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാനെൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും സന്തോഷകരമായൊരു യാത്രയും സന്തോഷം നിറഞ്ഞ ഒരു കൂടിച്ചേരലും എല്ലാ ഹാപ്പിനെസ്സും നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറമൊക്കെ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ ഒരു സന്തോഷം വരല്ലേ. എന്താ പറ്റും ഇതിനകത്ത് റൂമിൻ്റെ എണ്ണം കൂടും. ആ പോണ വണ്ടിക്കകത്ത് എന്താ വലിയ ബോട്ടാണ്, വലിയൊരു ഹൗസ് ബോട്ട്. ഒരു ദൂരോനെ കേട്ടോ, എത്ര എണ്ണാന്ന് പറയാൻ പറ്റില്ല. ഓ എൻ്റെ പൊന്നോ, ഇഷ്ടം പോലെ ചൂടാണ്, നല്ല ചൂടാണ് കേട്ടോ. നിലത്തൊന്ന് നല്ല ഫുഡുകളൊക്കെ അങ്ങനെ വെച്ചാൽ എന്തോരം പേരല്ലേ. അപ്പൊ കണ്ടോളിങ്ങൾ ഐസാണ് പോകുന്നത്. ഐസ് തണുപ്പ് ആർക്കും പറ്റില്ല, തണുപ്പും പറ്റില്ല മധുരവും പറ്റില്ല. കൊണ്ടെങ്ങനെയുണ്ട് വൈബ്? വീഡിയോ കയറ്റിയപ്പോ സൂപ്പറാ. അയ്യോ എന്താ വൈബോക്കി. മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. മക്കളെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അതൊരു സെറ്റപ്പാണ്.